ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയിനെ സംസാരിക്കണമെന്ന് പറഞ്ഞ് തനിയെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. അവൻ എവിടേക്കാ കൂട്ടിക്കൊണ്ടു വരുന്നതെന്ന് നോക്കിയാല് കയ്യിൽ ഒരു പഴയ മാപ്പ് വെച്ചിട്ട് കാട്ടിലെവിടെയോ തേടിപ്പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ഹീറോയിൻ ആ മാപ്പ് എങ്ങ് താ എന്ന് പറഞ്ഞ് വാങ്ങി നോക്കിയാല് അത് 10 വർഷത്തിന് മുമ്പുള്ള മാപ്പാണ്. എടാ മണ്ട, ഈ 10 വർഷം മുമ്പുള്ള മാപ്പ് വെച്ചിട്ടാണോ നീ തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാല് 10 വർഷം ആയാലെന്താ, 20 വർഷം ആയാലെന്താ, എന്തേ സ്ഥലങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കോ? ഒരേപോലെ അല്ലേ ഉണ്ടാകൂ. അത് മാത്രമല്ല, പുതിയ മാപ്പ് കിട്ടാനായിട്ട് 1000 രൂപ വേണമെന്ന് പറഞ്ഞു. അത്രയൊന്നും എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. സോ ഉണ്ടായിരുന്ന ഈ പഴയ മാപ്പ് എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞതും, എടാ നിന്റെ എച്ചിത്തരം കാണിക്കാൻ ഇതാണോ സമയം എന്ന് ചോദിച്ച് ഹീറോയിൻ പുലമ്പിക്കൊണ്ടേ നടന്നു വന്നതും അവളുടെ കാല് ഒരു കല്ലിൽ തട്ടി അവൾ താഴേക്ക് ഒരൊറ്റ വീഴ്ചയാണ്. അതേസമയം ഇവിടെ കാണിച്ചാല് ഹീറോയിന്റെ ഫ്രണ്ടും ജുന്നും ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഹീറോയുടെ കൂടെ എഴുന്നേറ്റ് പോകുന്നത് ഇവൻ കണ്ടിരുന്നു. ഇവനും ഫോളോ ചെയ്ത് പോകാമെന്നാണ് കരുതിയത്. പക്ഷേ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടാണ് ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ജുന്നിന് അവര് രണ്ടുപേരും തനിയെ പോയിരിക്കുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ടെൻഷനായി പിറുപിറുത്തുകൊണ്ടേ നോക്കിയിരിക്കുകയാണ്. അപ്പോ ഫ്രണ്ട് ചോദിക്കും, ഇത് നോക്കടാ, അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. സോ അതുകൊണ്ടായിരിക്കും അവര് തനിയെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോയിരിക്കുന്നതെന്ന് പറയും. ഉടനെ അവനും ഇഷ്ടപ്പെടാത്ത പോലെ അതിനെനിക്കെന്താ എന്ന പോലെ ചോദിക്കുവാണ്. ഇത് കേട്ട് ഹീറോയിന്റെ ഫ്രണ്ട്, നീ എന്തിനാ ഹീറോയിന്റെ മേലെ ഇത്രയ്ക്കും പോസിറ്റീവ് ആയിരിക്കുന്നേ? നിനക്കിനി അവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാല് ഇവൻ പറയും, അതെ എനിക്ക് ഹീറോയിനെ ഇഷ്ടമാണ്. പക്ഷേ അത് നീ പറയുന്നത് പോലെയുള്ള ഇഷ്ടമല്ല. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ എനിക്ക് അവളെ നല്ല ഇഷ്ടമാണെന്ന് അവൻ പറയുവാണ്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ ക്യാമ്പിന് വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ഹീറോയിന് വേണ്ടിയാണ്. പക്ഷെ ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഇവൻ ഇത് കേട്ട് ചിരിച്ചിട്ട്, ഓ നീയും ഹീറോയിന് വേണ്ടിയാണോ വന്നിരിക്കുന്നേ? നിനക്കും ഹീറോയിന് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? സെയിം പിച്ച് എന്ന് പറയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിന് ഇവനെ വളരെ ഇഷ്ടമാണ്. അത് അവള് നിറയെ തവണ അവനോട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പൊട്ടൻ അത് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. ഇത് കേട്ട് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട്, ഓ എടാ മണ്ട, ഞാൻ നിനക്ക് വേണ്ടി അവിടെ വന്നിരിക്കുന്നേ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയാണ്. പക്ഷെ ഇപ്പോഴും ആ മരത്തലേന് ഇത് മനസ്സിലായിട്ടില്ല. എന്താ എന്ന പോലെ അവൻ ക്ലൂലെസ് ആയിട്ട് നോക്കിയിരിക്കുവാണ്. ഇവൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവനെ പെട്ടെന്ന് പിടിച്ച് അവളെ കിസ് ചെയ്യുവാണ്. ഇത് കണ്ടതും ഇവൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്. ആകെ സ്റ്റെക്കായ പോലെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ കാട്ടില് നിലത്ത് തല്ലിയടിച്ച് വീണ് കിടക്കുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവള് കഷ്ടപ്പെട്ട് എഴുന്നേൽക്കാനായിട്ട് നോക്കിയാല് ഹീറോ ഓടി വന്ന്, നീ വീണോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. എടാ ദുഷ്ട, താഴെ വീണ ഒരു പെണ്ണിനെ ഹെൽപ്പ് ചെയ്യാതെ ഒന്നും പറ്റിയില്ലല്ലോ എന്നാണോ ചോദിക്കുന്നത്? നിനക്ക് മനസാക്ഷി ഇല്ലേടാന്ന് ചോദിച്ചാല് ഹീറോ പറയും, പിന്നെ നിന്റെ അടുത്തേക്ക് വന്നാലേ എനിക്ക് അടി കിട്ടില്ലേ? എനിക്ക് വയ്യ അടി കൊള്ളാൻ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുവാണ്. പക്ഷെ അവൻ അവളെ ടച്ച് ചെയ്യുന്നില്ല. ഇവൻ എഴുന്നേൽത്ത് നീങ്ങിയതും അവന്റെയും കാല് തെന്നിപ്പടക്കോന്ന് പറഞ്ഞ ഒരൊറ്റ വീഴ്ചയാണ്. പക്ഷെ വീണതില് ഹീറോയുടെ കാലിൽ ഉളുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയെ കൊണ്ട് നടക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് അവനും എന്നെ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നീ എന്നെ ഇവിടെ വിട്ടിട്ട് പൊക്കോ എന്ന് പറയാണ്. ഇത് കേട്ട അടുത്ത സെക്കൻഡിലെ ഹീറോയിൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കും. എടി ദുഷ്ടി, ചുമ്മാ പറഞ്ഞ നീ എന്നെ വിട്ടിട്ട് പോകുമോ എന്ന് ചോദിച്ച് അവളുടെ പിന്നാലെ തന്നെ ആ വയ്യാത്ത കാലം വെച്ച് അവൻ ഞൊണ്ടി നടന്നു പോകുവാണ്. ആക്ച്വലി ഇവരൊരു ലേക്കിന്റെ അടുത്തേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആ ലേക്ക് കണ്ടുപിടിച്ച് ചെന്ന് നോക്കിയാല് എന്താ ഇത് എപ്പോഴത്തെ പോലെ നോർമൽ ആയിട്ടുള്ള ലേക്ക് പോലെ ഉണ്ടല്ലോ, എന്താ ഇതിൽ പ്രത്യേകത ഉള്ളതെന്ന് ചോദിക്കുമ്പോ പെട്ടെന്നാണ് അവിടേക്ക് നിറയെ മിന്നാമിനികൾ കൂട്ടമായിട്ട് പറന്നു വരുന്നത്. ആ സമയം ഇവർക്ക് രണ്ടുപേർക്കും ആ പ്ലേസ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. വാവ്, ഈ പ്ലേസ് ഇത്ര ഭംഗിയുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. അതുമാത്രമല്ല രാത്രിയാണ്, നല്ല തണുപ്പുണ്ട്, റൊമാൻറ്റിക് ക്ലൈമറ്റ് കൂടിയാണ്. രണ്ടുപേർക്കും തമ്മിൽ ക്രഷ് വരെ ഉണ്ട്. സോ ഈ സിറ്റുവേഷനിൽ എന്താണോ ചെയ്യേണ്ടത് അവർ അത് തന്നെ ചെയ്യുവാണ്. രണ്ടുപേരും പതിയെ വന്ന് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. പെട്ടെന്ന് ഹീറോ ബോധോദയം വന്ന പോലെ, അല്ല നിന്റെ മേലെ കൈവച്ചാൽ നീ അടിക്കാറില്ലേ? ഇപ്പൊ എന്താ നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്നെ അടിക്കാത്തത് എന്താന്ന് ചോദിച്ചാല് ഹീറോയിനും, അത് പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോഴേക്ക് ലേറ്റ് ആയിട്ടാ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളുടെ കൈ ആഞ്ഞു വീശി അവന്റെ മുഖത്തൊന്നു കൊടുക്കുവാണ്.
ഹീറോയാണെങ്കിൽ ചോദിച്ചടി വാങ്ങിയെന്ന പോലെ പിറുപിറുത്തോണ്ട് അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും തിരികെ ക്യാമ്പിലേക്ക് വരുമ്പോഴേക്കും നേരം വെളുത്തു കഴിഞ്ഞു. ആ സമയത്ത് ജുന്നാണെങ്കിൽ പൊട്ടൻ കടിച്ച പോലെ ഹീറോയിന്റെ ഫ്രണ്ടിനോട് എന്ത് മറുപടി കൊടുക്കാന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ അയ്യോ താഴെ വീണെന്റെ കാലൊടിഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിനാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കുന്നേ ഇല്ല. എനിക്കിപ്പോ ടൈമില്ല, ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവൾ എസ്കേപ്പ് ആകുവാണ്. ഫ്രണ്ടും കൂടെ എസ്കേപ്പ് ആകുന്നുണ്ട്. ഉടനെ ജുന്നിനെ നോക്കി ഡാ ബ്രോ എന്റെ കാല് വേദനിക്കുന്നടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞാല് ജുൻ ഇത് കണ്ട അവനെ നോക്കി ചിരിച്ചിട്ട് അത് ശരി, നല്ല കാര്യമായി പോയി, എന്നെ കൊണ്ടൊന്നും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. പക്ഷേ കട്ട് ചെയ്ത് കാണിച്ചാല് നമ്മുടെ ഹീറോ എന്താ അവന്റെ ഗേൾ ഫ്രണ്ട് എന്ന പോലെ സ്റ്റൈലായിട്ട് പൊക്കിയെടുത്ത് സ്ലോ മോഷനിൽ ജുന്ന് നടന്നു വരുവാണ്. പിന്നീട് വീട് വരെ ജുന്നാണ് അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ആക്കുന്നത്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഇവരെല്ലാവരും കൂടി ഹീറോയിന്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവളുടെ മുത്തശ്ശി ഹീറോയിനെ കണ്ട ഉടനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇത് അവരുടെ പേരക്കുട്ടിയാണെന്ന്. പക്ഷെ ഹീറോയിന് അത്ഭുതം, മുത്തശ്ശി നിങ്ങൾക്ക് എന്നെ നല്ല ഓർമ്മയുണ്ടോ, ഞാനാണ് നിങ്ങളുടെ കൊച്ചുമകളെന്ന് നിങ്ങൾ മറന്നില്ലല്ലോ എന്ന് ചോദിച്ചാല് മുത്തശ്ശി പറയും നിന്നെ മാത്രമല്ല ഇനി ആരെയും ഞാൻ മറക്കില്ല, കാരണം എന്റെ മോൻ നിങ്ങൾ ആരാണെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഫോണിൽ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, ഇനി ഞാൻ മറക്കേയില്ലെന്ന് പറയാണ്. മകനോ, അതാരാ മുത്തശ്ശി എന്ന് ചോദിച്ചാല് അവിടേക്ക് നോക്കിയാല് നമ്മുടെ ഹീറോ വന്ന് നിൽക്കുന്നുണ്ട്. ഉടനെ മുത്തശ്ശിയും ഹീറോയെ പിടിച്ച് ഇവനാണ് എന്റെ മകൻ, വളരെ തങ്കപ്പെട്ട പയ്യനാണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇത് കേൾക്കുന്ന ഹീറോയിന് കുറച്ച് ഇംപ്രസ് ആകുന്നുണ്ട്. തിരക്കേടില്ലല്ലോ, എന്റെ മുത്തശ്ശിയും ഇവൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുവാണ്. കട്ട് ചെയ്താല് ആക്ച്വലി നമ്മുടെ മുത്തശ്ശി ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് താമസിക്കുന്നത്. സോ ആ ഓൾഡ് ഏജ് ഹോമില് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്, പ്രായമായവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പരിപാടി പോലെ. അപ്പൊ അവിടേക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടെ ഒരു ഡാൻസ് കളിക്കുവാണ്. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഹീറോയ്ക്ക് അവളെ ഒരു പ്രിൻസസിനെ പോലെയാണ് തോന്നുന്നത്. കാരണം അവൾ അത്രയ്ക്കും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ട് അവന് തോന്നുവാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിൽ വന്ന് നിന്ന് ഒന്നിച്ച് കൈ പിടിച്ച് നിൽക്കുവാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വരാനായിട്ട് തുടങ്ങും. നെഞ്ചുവേദന വരെ മാത്രമല്ല, പിന്നെയും ഹീറോയുടെ ക്യാരക്ടർ ചേഞ്ച് ആകുവാണ്. പിന്നെയും ആ സോഫ്റ്റ് ഹീറോ ആയി മാറി. പക്ഷെ ഇത് നമ്മുടെ ഹീറോയിന് വ്യത്യാസം അറിയുന്നില്ല. പക്ഷെ നമ്മുടെ മുത്തശ്ശിക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. അവര് ഹീറോയെ നോക്കി നീ എന്റെ മകനല്ലല്ലോ, അവൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അവൻ വളരെ നല്ലവനാണ്, പക്ഷെ നീ എന്റെ മകനല്ലെന്ന് പറയുവാണ്. ഇത് നമ്മുടെ ഹീറോയിന് അത്ര വലുതാക്കി എടുക്കുന്നില്ല. മുത്തശ്ശി പിന്നെയും മറന്നു എന്നാണ് കരുതുന്നത്. കട്ട് ചെയ്താല് അന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് സോഫ്റ്റ് ഹീറോയും ഹീറോയിനും കൂടി ഒന്നിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പൊ ആ സമയത്ത് പുറത്ത് മഞ്ഞ് പെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ആ പെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞിൽ നോക്കി നമ്മുടെ ഹീറോയിനോട് പറയാണ് വർഷത്തില് ആദ്യമായിട്ട് പെയ്യുന്ന മഞ്ഞില് നമ്മൾ ആരെങ്കിലും കിസ് ചെയ്താല് അവരെ ലൈഫ് ലോങ് നമ്മളെ വിട്ടു പോകില്ലെന്ന് പറയാണ്. ഇത് കേട്ട അടുത്ത സെക്കൻഡില് ഹീറോയിൻ പെട്ടെന്ന് ഹീറോയെ പിടിച്ച് കിസ് ചെയ്യുവാണ്. ഇത് കണ്ട ഹീറോ ആകെ ഷോക്ക് ആകുന്നുണ്ട്. അവൻ ആ മഞ്ഞില് ഫ്രീസ് ആയ പോലെ നിൽക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഈ പാർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഇനി ഈ ഡ്രാമയിൽ 2 പാർട്ട് കൂടി മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഈ ഡ്രാമ ഫിനിഷ് ആയിരിക്കുവാണ്. അടുത്തത് ഒരു മിനി കൊറിയൻ ഡ്രാമ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. കോപ്പിറൈറ്റ് കിട്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പോ ഏത് കൊറിയൻ ഡ്രാമയിൽ തൊട്ടാലും നല്ല പണി കിട്ടുന്നുണ്ട്. അതേപോലെ ചൈനീസ് ഡ്രാമയിലെ മീഡിയ ആയിട്ട് നല്ല പണി കിട്ടുന്നുണ്ട്. സോ അതൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലും ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഈ ഡ്രാമയുടെ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ നാളെ തന്നെ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.